അളിയോ അളിയോ എന്തേ അമ്മേ വാ 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 സമയമില്ല എനിക്ക് തിരക്കിട്ട് നിൽക്കാ ഞാൻ. എന്താ ക്ലീറ്റോ ചേട്ടാ? എവിടെ അളിയോ? ഇവിടെ ഉണ്ട്. വിളിക്ക് അളിയോ. ചേട്ടാ ഒന്ന് വാളിയോ. ഇപ്പൊ വരും. ഞാനൊന്നും എന്താ ഇത്ര തിരക്ക്? ഉദ്ഘാടനമായി നമ്മുടെ കമ്പനിയുടെ. അളിയാ എന്റെ കമ്പനിയുടെ ഉദ്ഘാടനമായി. അത് നിന്റെ കമ്പനിയുടെ അല്ല പാർട്ണറാണല്ലോ. എന്തായാലും അങ്ങനെ നോക്കിയിരുന്ന് എല്ലാം റെഡിയായി. മറ്റന്നാളാ ഉദ്ഘാടനം. എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. സംഗതി ഞാൻ കുറെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി അളിയൻ സമ്മതിച്ചെങ്കിലും സംഗതി ഓക്കെ ആയി. ഇനി അതിന്റെ പേരിൽ ഞാൻ നേരിട്ട് ഒന്ന് വിളിച്ചില്ല എന്നൊരു പരാതി ഇവൻ നാളെ പറയരുത്. എന്നെ മുതലാളി വിളിച്ചിരുന്നു. അല്ല അത് മുതലാളി, ഇത് വേറൊരു മുതലാളി വിളിക്കുന്നത്. ഞങ്ങൾ പാർട്ട്നേഴ്സ് അല്ലേ. അത് വിളിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് അപ്പം ഇതാ വിളിച്ചിരിക്കുന്നു. മറ്റന്നാൾ രാവിലെയാണ് ഉദ്ഘാടനം. 10 മണിക്കാണ്. നേരത്തെ അങ്ങ് എത്തണം. 10 മണിയാവാൻ നോക്കിയിരിക്കണ്ട. ഒരു 9 മണിക്ക് അവിടെ എത്തണം കേട്ടോ. അല്ലെ അവിടെ നിൽക്കണം വാളണ്ടിയറൊക്കെ ആയിട്ടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. സംഗതി ഈ സുരേന്ദ്രൻ മുതലാളി മണ്ണിനും പിണ്ണാക്കിനും കൊള്ളാത്ത ആളാ. ഞാനില്ലെങ്കിൽ ഒരു വക കാര്യം നടക്കില്ലായിരുന്നേ. ഈ വർക്കിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇത്രയും പണിയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യം പറയട്ടെ. ഉദ്ഘാടനം നിർവഹിക്കുന്ന ആരാന്നറിയാമോ? അല്ല, ഞെട്ടരുത്. പറയട്ടെ ആരാന്ന്? ആശാലത. ഇതാ ഞാൻ പറഞ്ഞ. എന്താ ആശാലത ടി വി കണ്ട് ഇങ്ങനെ ഇരിക്കും. ആയിരുന്നോ? സത്യം പറ. തമാശയോ? ശരിക്കും നോട്ടീസ് എന്റെ കയ്യിൽ ഇല്ലാതെ പോലെ നോട്ടീസ് അടിച്ച് ഫോട്ടോയും വെച്ചു. ഇത് അടിച്ചിങ്ങനെ അവിടെ ഫ്ലെക്സും വെച്ചു. പിന്നെ വരാതെ എന്താ ജമന്തി, ഞങ്ങൾ രൂപ 1-2 അല്ല കൊടുക്കുന്നത്. 50,000 രൂപയാണ് എണ്ണി കൊടുത്തേക്കണേ. 50. എന്നാ പിന്നെ 50 രൂപ വാങ്ങിച്ചിട്ട് നിനക്കം ഉദ്ഘാടനം ചെയ്താ പോരെ? എന്റെ അളിയ അങ്ങനെ അങ്ങോട്ട് തരം താഴാൻ പറ്റുമോ? ഞാൻ അതിന്റെ ഒരു വർക്കിംഗ് പാർട്ണർ അല്ലേ. ഞാൻ എന്നിട്ട് അതും കൂടെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശം. അതൊന്നും പൈസ അതൊന്നും കിട്ടൂലല്ലോ. ഇത് പൈസ കിട്ടൂലേ. ഒന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് പറ, ആശാലതയുടെ അടുത്ത് സംസാരിച്ചോ? പിന്നെ സംസാരിക്കാതെ അങ്ങനെ ഈ കാര്യം പറയണേ? ചേട്ടനോ? ഞാനും സുരേന്ദ്രൻ മുതലാളി കൂടെ നേരെ അങ്ങോട്ട് ചെന്ന് എന്നപ്പോ എന്തൊരു വിനയം, എന്തൊരു സ്വീകരണം. ഇത്രയും സ്നേഹമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പാവെന്ന് പറഞ്ഞ പഞ്ചപാവം. നാക്കൊണ്ടോന്ന് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചിരുന്നാലേ പറയുള്ളൂ. എന്തേലും നമ്മളോടൊന്നും മിണ്ടൂലേ? അല്ല, പെട്ടെന്ന് ഈ പരിചയമില്ലാത്തവരെ കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ. പക്ഷെ പാവം കേട്ടോ, നല്ല സ്ത്രീയാ. അതല്ല ക്ലീറ്റോ ചേട്ടാ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെ പോലെ വെള്ളമൊക്കെ കുടിക്കൂ? വെള്ളം കുടിക്കാതെ അവരെന്താ മനുഷ്യ സ്ത്രീയല്ലേ? അല്ല അങ്ങനെയല്ല, എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ടിവിയിലൊക്കെ ഇങ്ങനെ നിക്കണവര് നമ്മളെ പോലെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കുടിക്കൂ? അതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ അല്ലാണ്ട് അവര് വെള്ളം കുടിക്കുക, ആഹാരമൊക്കെ കഴിക്കണ വായിക്കൂടെ തന്നെ, അല്ലാതെ മൂക്കിക്കൂടെ ഒന്നും നീ വിചാരിക്കണ്ട. അപ്പം അവര് വരുമ്പോഴേ എനിക്കൊരു ഫോട്ടോ എടുക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ, അവരുടെ രാവിലത്തെ കാപ്പി കൂടി നമുക്ക് ഇവിടെ ആക്കിയാലോ? ഇവിടെ കാപ്പി അറേഞ്ച് ചെയ്യണം. ഇവിടെ കാപ്പിയും ചോറൊന്നുമില്ല. കാക്ക നീ അറേഞ്ച് ചെയ്താൽ മതി. ഒരു കാര്യം ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ നേരത്തെ എത്തണം. 9 മണിക്ക് അവിടെ വരണം. എന്നാലേ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ ആവശ്യമുള്ള ഞാൻ എടുക്കാനുള്ള ഏർപ്പെടുണ്ടെങ്കിൽ കൊണ്ടുവരണേ. മുതലിനെ കൂടെ. അയ്യോ എന്നാ പിന്നെ മറക്കണ്ട. എനിക്ക് ഇനി ഒരുപാട് പേര് ക്ഷണിക്കാനുണ്ട്. അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. അളയോ നമ്മള് വിചാരിച്ച ആളല്ലോ. നമ്മളെന്താ വിചാരിച്ചേ? ഇല്ല, നമ്മള് വിചാരിച്ച ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് ഒരു കാശിന് കൊള്ളൂലെന്നല്ലേ. ആശാലതയെ കൊണ്ടുവരാൻ പോണെന്ന്. ആശാലത ദൈവമൊന്നുമില്ലല്ലോ ആണോ? അവരെന്തായാലും വലിയ നായികയല്ലേ. നമുക്ക് പോണോട്ടോ. നമ്മക്ക് ഇല്ല, നീ വേണ പോക്കോ. ഏട്ടനും വേണം. ഞാൻ ലക്കി ചെന്ന് ജോലിക്ക് വേണം. അന്ന് ജോലിക്കൊന്നും പോണ്ട. നോക്കിയേ, എനിക്ക് അവരുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതാ. എടുത്തു തരാന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, ഏട്ടൻ ചെന്നില്ലെങ്കിൽ ക്ലീറ്റോ ചേട്ടന് വഴക്കാവും. അതിന്റെ പേര് എന്നെ ഫോട്ടോ എടുപ്പിച്ചില്ലെങ്കിലോ? നീ എന്തേ കാണിക്കണ? എന്നാ വരാന്ന് പറ. അത് മാത്രമല്ല, എനിക്ക് പുതിയൊരു സാരിയും കൂടി മേടിക്കണം കേട്ടോ. അവരുടെ കൂടെയൊക്കെ നിക്കുമ്പോ ഒട്ടും മോശക്കാരി ആവരുതല്ല ഞാൻ. അതുകൊണ്ടൊരു നല്ല സാരി വേണം ഏട്ടാ. അവരെപ്പോഴും ഇങ്ങനെ പട്ടുസാരിയാ ഉടുക്കാറ്. എനിക്കും വേണം ഒരു സാരി. ഉള്ള സാരി കൊടുത്തങ്ങ് പോയാ മതി. ഉള്ള സാരി പോരാ, അവര് നല്ല കളറുള്ള സാരി കൊടുക്കുമ്പോ എനിക്ക് വേണം നല്ല കളറുള്ള സാരി. എന്തെങ്കിലും ഒരു വെറൈറ്റി ഉള്ള സാരി വേണം. എന്താണ് ഈ കാണിക്കുന്നത്? മേടിച്ചു തരൂ. ഉള്ള സാരി എടുത്ത് പോയാ മതി. ഇല്ല, എനിക്കൊരു വെറൈറ്റി സാരി വേണം. എന്ത് വെറൈറ്റി സാരി? ആരും കാണാത്തൊരു സാരി പ്ലീസ് വേണം. നീ എന്താണ് ഈ കാണിക്കാൻ? നിനക്ക് എന്റെ കയ്യെ പിടിച്ചോടിക്കാ നിൽക്കണ? അണ്ണ പറ,
മേടിച്ചു തരാന്ന് പറ. ആ മേടിച്ചു തരാം. ഉറപ്പല്ലേ? ഏട്ടനും വരുമെന്ന് പറ. ഞാൻ വരൂല, വരും. എനിക്ക് ജോലിക്ക് പോണ്ടേ. അന്ന് ഞാൻ കൈ കുടിക്കും. പറ, വരുമെന്ന് പറ.